ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രേക്ഷകർക്ക് അധികം അറിയില്ല, വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10 വരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റി. സ്കൂളിൽ പോയി. പിന്നെ +1 +2 ഞാൻ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്. ആ, പക്ഷെ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാൻ അധികം പറ്റിയിട്ടില്ല. പണിയെടുക്കായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അതെ. ഈ വേടൻ ജനിച്ച സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ 2-3 പേരെടുത്ത് ഞാൻ ചോദിച്ചു. അത് ആ റെയിൽവേ കോളനി അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോഴും പോകാറുണ്ടോ? പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെയുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് എന്നെ അത്ഭുതപ്പെടുത്തി. സ്വപ്നഭൂമി എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. ആ റെയിൽവേ ഞാൻ ജനിച്ചു വളർന്ന അവിടെ അല്ല, അത് അതല്ല, സ്വപ്നഭൂമി നമ്മുടെ ഞാൻ താമസിച്ചിരുന്ന കോളനിയാണ്. അതൊരു കോളനിയാണ്, ഒരു പട്ടികജാതിക്കാരുടെ കോളനിയാണ്. അതിന്റെ പേരായിരുന്നു സ്വപ്നഭൂമി. പിന്നെ സ്വപ്നഭൂമി കോളനി, തടപ്പറമ്പ് കോളനി. നമ്മളെന്താ അറിയോ, സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തിൽ തന്നെ ആ പഞ്ചായത്തോട് അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളന്താവ് ഗ്രാമപഞ്ചായത്തിലും അതിന് ചുറ്റുപറ്റിയുള്ള എല്ലാ ഏരിയകളും എനിക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ കോളനിയുടെ പേര് മാറ്റിയതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും. ഇപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ റെയിൽവേ കോളനി എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വേറെ ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ കോളനി എന്ന വാക്കിന് ഒരു രാഷ്ട്രീയാർത്ഥം ഉണ്ടെന്ന് പ്രേക്ഷകർ, അതുകൊണ്ടാണ് ഉന്നതി നഗർ എന്ന് പറയണമെന്ന് പറഞ്ഞു.